രാജ്യങ്ങളിലേക്ക് GCC രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം അത് തുടരുന്നുണ്ട്. UAE-യിൽ ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുകയാണ് എന്ന് UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ദുബായിലും അബുദാബി എന്നിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, അലേർട്ടുകൾ UAE ഭരണകൂടം നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റഹീസ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, ഈ ദിവസം പുലരുമ്പോൾ എന്താണ് UAE-യിലെ, സൗദി അറേബ്യയിലെ, മറ്റ് അറബ് രാജ്യങ്ങളിലെ, GCC രാജ്യങ്ങളിലെ അവസ്ഥ? ഏതെങ്കിലും രീതിയിലുള്ള ആശങ്ക ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായി അബുദാബിയിൽ നടക്കം റിപ്പോർട്ടുകളുണ്ടല്ലോ. ഈ അബുദാബിയിൽ നിന്നും പിന്നെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സമയത്ത് ഈ രാവിലെ നൽകിയിട്ടുള്ള അലേർട്ട് UAE പ്രതിരോധ മന്ത്രാലയം പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഫോണിൽ മെസ്സേജായി ഇതേ സമയം തന്നെ ലഭിക്കുകയാണ്. ഈ രാവിലെ നൽകിയിരുന്ന അലേർട്ട്, അതായത് 1 മണിക്കൂർ മുൻപ് 3 മണിക്ക് ഇന്ന് പലരും അബുദാബിയിലും ദുബായിലും ഒക്കെ ഉറക്കമുണർന്നത് ഇത്തരത്തിലുള്ള ഫോണിലെ അലേർട്ടുകൾ കേട്ടുകൊണ്ടാണ്. 3 മണിക്കാണ് ഈ അലേർട്ട് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ അബുദാബിയിലടക്കം ഇന്നലെ സ്ഫോടനം ഉണ്ടായ സ്ഥലങ്ങളിൽ ഏതാണ്ടൊക്കെ അടുത്തായി ഉഗ്ര ശബ്ദം കേട്ടു എന്നുള്ള രീതിയിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നത്. ഒരു നിലയ്ക്കും UAE ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ പ്രതിരോധ മന്ത്രാലയം ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സമയം അറ്റാക്ക് നേരിടുന്നുണ്ട് എന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ ആക്രമണത്തെ തങ്ങൾ തടുത്തുകൊണ്ടിരിക്കുകയാണ്. വിജയകരമായി അത് തടുക്കുവാനും രാജ്യസുരക്ഷയെ ബാധിക്കാത്ത തരത്തിൽ, ജനജീവിതത്തിനെ ബാധിക്കാത്ത തരത്തിൽ അത് നേരിടാൻ പൂർണ്ണ സജ്ജമാണ് എന്നുള്ള തരത്തിൽ അല്പസമയം മുൻപ് തന്നെ ഔദ്യോഗികമായി ഇത്തരത്തിൽ UAE അറിയിക്കുകയുണ്ടായി. ആക്രമണം നടക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണ് 3 മണിയോടുകൂടി അലേർട്ട് വരികയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 4 മണി ആകുന്ന ആ ഒരു സമയത്ത് ഈ അലേർട്ടിനോട് സഹകരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിലവിൽ ആ ത്രെറ്റ് ഒഴിവായിരിക്കുന്നു എന്ന് പറയുന്നു. ഏതാണ്ട് സമാനമായി കഴിഞ്ഞ 3 ദിവസം നടന്നത് എന്താണോ അതേ രീതിയിൽ തന്നെയാണ് UAE-യിൽ കാര്യങ്ങൾ പോകുന്നത്. അത്ര തീവ്രമായ രീതിയിലല്ല എന്ന് കൂടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസവും അതിനു മുൻപുള്ള ദിവസവും ഈ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വലിയ ആക്രമണം പലയിടത്തും ഉണ്ടായിട്ടില്ല. അത് ശനിയാഴ്ച പുലർച്ചെയും ഒപ്പം തന്നെ ഞായറാഴ്ച പുലർച്ചെയും ഉണ്ടായ ആക്രമണങ്ങളുടെ അത്രയും വലിയ തോതിലുള്ള ആക്രമണം, തുടർച്ചയായിട്ടുള്ള ആക്രമണം UAE-യിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ഒപ്പം തന്നെ അലേർട്ട് നൽകി 1 മണിക്കൂറിനുള്ളിൽ ഈ അലേർട്ട് പിൻവലിക്കുന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമ്പോൾ അത് കൃത്യമായി ആളുകൾക്ക് എപ്പോഴാണ് ആക്രമണം നടക്കുന്നതെന്ന് ഓരോ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന നിലയിലേക്ക് UAE കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വ്യാജ വാർത്തകൾക്ക് ഇടമില്ല. അവിടെ മറ്റേതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന വിവരങ്ങൾക്ക് ഒന്നും ഇടയില്ലാത്ത തരത്തിൽ UAE ആ കാര്യങ്ങളൊക്കെയും മാനേജ് ചെയ്തു വരികയാണ്. അപ്പോൾ 1 മണിക്കൂർ മുൻപുണ്ടായിരുന്ന ഒരു ത്രെറ്റ്, ആ ത്രെറ്റ് അവിടെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞതോടുകൂടി അത് പിൻവലിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊന്നുകൂടി UAE-യെ സംബന്ധിച്ചിടത്തോളം നടന്നത്, ഇന്നലെ UAE പ്രസിഡന്റ് ദീർഘനാളിനു ശേഷം പൊതുവേദിയിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം ഇന്നലെ ദുബായ് മാളിലെത്തി കുട്ടികളെ ഉൾപ്പെടെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഒപ്പം തന്നെ ഈ ദുബായിയുടെ കിരീടാവകാശിയായിട്ടുള്ള ഹംദാൻ രാജകുമാരൻ, അദ്ദേഹം ഉപപ്രധാനമന്ത്രി കൂടിയാണ്, UAE പ്രധാനമന്ത്രിയാണ്, ഒപ്പം തന്നെ ഡിഫൻസിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അപ്പോൾ ഇവരൊക്കെയും ചേർന്ന് കൊണ്ട് ഇന്നലെ ദുബായ് മാളിലേക്ക് രാത്രി 9 മണിയോടുകൂടി ഒരു വിസിറ്റ് നടത്തുകയും ഒപ്പം അവിടെ നിന്നവരോടൊക്കെ, അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, അവരോടൊക്കെയും UAE പ്രസിഡന്റ് അങ്ങോട്ട് പോയി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് നൽകുന്ന ഒരു പോസിറ്റിവിറ്റി, അവരെ ചേർത്ത് പിടിക്കുന്നതിന്റെ ആ ഒരു കരുതൽ പ്രകടിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഊഷ്മളമായിട്ടുള്ള കാഴ്ച കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയും ആളുകളെ പാനിക് ആക്കാതിരിക്കാൻ UAE മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിലേക്ക് വരികയാണെങ്കിൽ അത് ബഹ്റൈനിലും ഒപ്പം തന്നെ കുവൈറ്റിലുമൊക്കെയാണ് സാധാരണഗതിയിൽ പുലർച്ചെ വലിയ ആക്രമണവും വലിയ ശബ്ദവും ഒക്കെ കേൾക്കുന്നത്. എന്തായാലും ഖത്തറിലോ കുവൈറ്റിലോ ബഹ്റൈനിലോ നിലവിൽ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. അത് ഏതെങ്കിലും തരത്തിൽ രാവിലെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടുകൾ വരാനുള്ള സമയമായിട്ടേ ഉള്ളൂ. അത് ആ നിലയ്ക്ക് ആക്രമണം തുടരുകയാണെങ്കിൽ അത് വൈകാതെ അത് അറിയാനും കഴിയും. എന്തായാലും ഈ ബഹ്റൈൻ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെയും നടത്തിയിട്ടുണ്ട്.
അവർ ഈ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകിയിട്ടുള്ള മുൻകരുതലുകളെക്കാൾ കൂടുതൽ മുൻകരുതലുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ബഹ്റൈനും ഖത്തറും കുവൈറ്റും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ ആക്രമണം ഉടൻ അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആക്രമണത്തിന്റെ തോത് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പല രാജ്യങ്ങളിലേക്കുമുള്ള ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല പുലർച്ചെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിയോടുകൂടി മറ്റൊരു രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നു. വൈകിട്ട് ആക്രമണം ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ ഒരു 3 സമയവും ഏതാണ്ടൊക്കെ കൃത്യമായി വരുന്ന തരത്തിലേക്ക് ആണ് ഇതിന്റെ ഒരു സ്വഭാവം മാറിയിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ഒരു 2-3 ദിവസത്തെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ആ നിലയിലേക്ക് കുറേയും കൂടിയൊക്കെ കാര്യങ്ങളൊന്ന് കേന്ദ്രീകൃതമായ നിലയിൽ അത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ ആക്രമണം മാറുന്നുണ്ട്. എന്തായാലും ആശങ്ക വലിയ തോതിൽ വേണ്ട എന്ന രീതിയിലാണ് UAE ഭരണാധികാരികളുടെ ഉൾപ്പെടെയുള്ള ബോഡി ലാംഗ്വേജും ഒപ്പം അവരുടെ നിലയ്ക്ക് നിന്ന് വരുന്ന ഈ അറിയിപ്പുകൾ എല്ലാ മന്ത്രാലയങ്ങളുടെയും അറിയിപ്പിൽ അമിതമായ ആശങ്ക വേണ്ട എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. രാജ്യം ഏത് സ്ഥിതിയെയും നേരിടാൻ സജ്ജമാണ്. അതിനാൽ തന്നെ മറ്റേതെങ്കിലും അനാവശ്യമായിട്ടുള്ള പേടിയുടെ ആവശ്യമില്ല, ഭയം വേണ്ട എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ എത്ര നാൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതൊരു ചോദ്യമായി വരുന്നുണ്ട്. ഇന്നലെ ഉണ്ടായ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി ഈ പറയുന്ന വിമാനങ്ങൾ വീണ്ടും ഭാഗികമായെങ്കിലും ഷാർജയും അബുദാബിയും ദുബായിലെ 2 വിമാനത്താവളങ്ങളും ഒക്കെ വീണ്ടും പ്രവർത്തിച്ചു. ഫുജൈറ വിമാനത്താവളം അതും ഭാഗികമായി പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ UAE-യിലുടനീളം ഏതാണ്ട് എല്ലാ വിമാനത്താവളങ്ങളും ഭാഗികമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. അത്ര വലിയൊരു ത്രെറ്റ് നേരിടുന്ന സമയമാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിമാന സർവീസുകൾ ഇത്തരത്തിൽ തുടരാൻ കഴിയില്ല. അപ്പോൾ ഒരു വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ജനവാസ മേഖലയെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടാകില്ല, തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ ഈ നീക്കത്തിനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ചില നിയന്ത്രണങ്ങളൊക്കെ എന്തായാലും തുടരുകയാണ്. ഈ റിമോട്ട് വർക്കും റിമോട്ട് ലേണിംഗും ഒപ്പം അത്തരത്തിൽ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടതും ആ നിലയിലേക്കൊക്കെ ഉള്ള നിയന്ത്രണങ്ങൾ 2 ദിവസം കൂടി തുടരും. സാധാരണഗതിയിൽ നാളെ കൂടി തുടരുമെന്നാണ് ആദ്യം ലഭിച്ചിരുന്ന വിവരം. അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരും എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഈ ചരക്ക് ഗതാഗതം സുഗമമാക്കാനായി നേരത്തെ ഈ പകൽ സമയങ്ങളിലൊക്കെയും ഹെവി ട്രക്കുകൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. അതൊക്കെയും മാറ്റിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം വരെ ഹെവി ട്രക്കുകൾക്കൊക്കെ 1-2 റോഡ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വഴി യാത്ര ചെയ്യാൻ കഴിയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഈ ഭക്ഷണ ദൗർലഭ്യതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ത്രെറ്റ് രാജ്യം നേരിടുന്നില്ല എന്നുള്ളത് ആവർത്തിച്ച് ഉറപ്പിച്ച് ഓരോ മന്ത്രാലയങ്ങളും വ്യക്തമാക്കുകയാണ്. ഓരോ എമിറേറ്റുകളും വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഗൾഫ് മേഖല ഒന്നാകെ ഓരോ രാജ്യങ്ങളും വ്യക്തമാക്കുന്നു. ഇതിൽ ഇനി നിർണായകമായി വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇടപെടൽ നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഒമാനായിരിക്കും. പക്ഷേ ഒമാനിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിനൊക്കെയും പിന്നാലെ അവർ ഏതു തരത്തിൽ അവരുടെ നിലപാട് അടുത്ത തവണ വ്യക്തമാക്കും എന്നുള്ളത് കുറച്ചുകൂടി ഒരു പ്രാധാന്യം അർഹിക്കുന്നതും ഒപ്പം തന്നെ ഒരു കൗതുകം കൂടിയാണ്. കാരണം ഈ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ GCC രാജ്യങ്ങളിൽ നൽകി വന്ന ഒമാൻ, ആ യോഗത്തിലൊക്കെയും ഏറ്റവും കൂടുതൽ ഇറാനെ പിന്തുണച്ചു വന്ന ഒമാനെതിരെയാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. അതിൽ ഇന്ത്യക്ക് വ്യക്തിപരമായി ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരു വലിയ നഷ്ടം കൂടി ഉണ്ടായി. ഒരു ഇന്ത്യക്കാരൻ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് അത് ഒമാനിൽ. അപ്പോൾ ആ ഒമാനിൽ നിന്ന് ഇനി ഏത് തരത്തിലുള്ള ഇടപെടലുകളാകും ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തായാലും ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ ഒരു 4 ദിവസമായി മാറുന്നുണ്ട്. 4 ആഴ്ചയിലെ യുദ്ധം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ആ 4 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആക്രമണത്തിന്റെ തോത് GCC രാജ്യങ്ങളിലുടനീളം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അത്ര ഭീകരമായ ആക്രമണം ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഈ ഉഗ്ര ശബ്ദം കേൾക്കുന്നുണ്ട്. അത് സത്യമാണ്. പലരും പറയുന്നത് പോലെ ഉഗ്ര ശബ്ദങ്ങൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ജനവാസ മേഖലയിലേക്ക് വരുന്നതല്ല. സത്യത്തിൽ ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകാൻ സാധ്യത എന്ന് മാത്രമാണ് ആ നിലയ്ക്ക് വിദഗ്ധർ പറയുന്നത്, വിവിധ മന്ത്രാലയങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലയ്ക്ക് ഗൾഫ് രാജ്യങ്ങൾ ആദ്യമുണ്ടായ ഒരു പാനിക് ഇപ്പോൾ
അത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലില്ല. കാര്യങ്ങൾ കുറെ കൂടിയൊക്കെ ശാന്തമാണ്. ആളുകൾക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് വലിയ തോതിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ദിൽന. ശരി റഹീസ്, ആ രീതിയിൽ ആശ്വാസകരമായ ഒരു അന്തരീക്ഷം നിലവിൽ ഗൾഫ് രാജ്യങ്ങളുണ്ട്. പക്ഷേ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന ഒരു ആശങ്ക ഇപ്പോഴും നിലവിൽ ഉണ്ട്. ഇന്നലെ തൊട്ട് ചില സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ, ആ സർവീസുകൾ ഇന്നും തുടരും. ഇന്ത്യകൾ ഉൾപ്പെടെയുള്ള സർവീസുകൾ ഇന്നും തുടരും എന്ന് ഇന്നും ആരംഭിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലുള്ള സർവീസുകൾ, അവിടെയെല്ലാം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തിരിച്ച് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ റഹീസ് വ്യക്തതയുണ്ടോ? ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക്, കൊച്ചിയിലേക്കെല്ലാം ഏത് രീതിയിൽ സർവീസുകൾ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്? ഇതിന് ഈ വിമാനത്താവളങ്ങളൊക്കെ ഭാഗികമായി തുറന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിനോടൊപ്പം തന്നെ ഈ ഓരോ എയർലൈൻസും ഒപ്പം തന്നെ ഓരോ വിമാനത്താവളങ്ങളിൽ നിന്നും വന്ന അറിയിപ്പിൽ കൃത്യമായി തങ്ങൾ പുറപ്പെടേണ്ട വിമാനം അവിടെ ഉണ്ടോ, ആ പാസഞ്ചർ ലിസ്റ്റിൽ തങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എയർപോർട്ടിലേക്ക് എത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇന്നലെ അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട വിമാനങ്ങളെല്ലാം ഓരോ യാത്രക്കാരെയും വിളിച്ച് അവർ യാത്രയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന തരത്തിലായിരുന്നു. അത് സ്വാഭാവികമായിട്ടും എത്തിഹാദും പിന്നീട് ഫ്ലൈ ദുബായ്, ഒപ്പം തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട ഈ വിമാന സർവീസുകളൊക്കെയും വിമാന കമ്പനികളൊക്കെയുമാണ് സർവീസ് നടത്താൻ തീരുമാനിച്ചപ്പോൾ വിമാനം ഏതൊക്കെയാകും എന്നുള്ളത് ഏറ്റവും ഒടുവിലെ സമയം മാത്രമായിരിക്കും അത് കൺഫേം ആവുക. ഏതെങ്കിലും നിലയ്ക്ക് അത് മുൻകൂട്ടി ഈ വിമാനം ഇന്ന സമയത്ത് പുറപ്പെടും എന്ന് നേരത്തെ കൂട്ടി പറയുന്നത് ഏതാണ്ട് അസാധ്യമാകും എന്ന നിലയിലാണ് ഈ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടവരൊക്കെയും പ്രതികരിക്കുന്നത്. അത് ഒമാനിലേക്കും ഒമാനിൽ നിന്ന് തിരിച്ചുമൊക്കെ ഈ വിമാനങ്ങൾ ഉണ്ട് എന്നുള്ള വിവരം വന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ അത് ആ സമയത്ത് മാത്രമേ ആ വിമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. കാരണം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഉണ്ടാകുന്നത്. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് മുൻകൂട്ടി ആളുകൾ വളരെ നേരത്തെ വിമാനത്താവളത്തിലേക്ക് എത്തി അല്ലെങ്കിൽ പാസഞ്ചർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളത് നോക്കാതെ എത്തുകയും കൃത്യമായ അറിയിപ്പ് ലഭിക്കാതെയും ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലായി ഒരുപക്ഷെ അവർ എയർപോർട്ടിൽ കുടുങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി വെബ്സൈറ്റുകളിൽ ചെക്ക് ചെയ്ത് ഒപ്പം തന്നെ മെയിൽ സന്ദേശങ്ങൾ നോക്കി, മെസ്സേജുകൾ നോക്കി മാത്രമേ ഈ വിമാനത്താവളങ്ങളിലേക്ക് എത്താവൂ എന്നുള്ള കാര്യം അടിവരയിട്ട് പറയേണ്ടതാണ്. കൃത്യമായി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ഒന്നുകൂടിയാണ്. അപ്പോൾ ഈ ഒരുവിധം പ്രധാനപ്പെട്ട വിമാന സർവീസുകളൊക്കെയും അവർ നടത്തുന്നുണ്ട്, അവർ സർവീസ് നടത്തും എന്നുള്ളത് ഈ വിമാന കമ്പനികളൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര സർവീസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇനിയും അവ്യക്തതയുണ്ട്. കാരണം ഒരു നോർമൽ രീതിയിൽ നമ്മൾ ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന രീതികളിലൊക്കെയും പരിശോധിച്ചാൽ അവിടെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ആണ് എന്നുള്ള വിവരം മാത്രമാണ് കാര്യമായി ലഭിക്കുക. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിന്റെ സൈറ്റുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ വിമാനങ്ങളാണ് പുറപ്പെടാൻ സാധ്യതയുള്ളത് എന്നുള്ള വിവരം പൂർണ്ണ തോതിൽ ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, അതിൽ ഈ നേരത്തെ കുടുങ്ങിക്കിടന്ന കുറച്ച് യാത്രക്കാരുണ്ട്. അവരെയൊക്കെ പൂർണ്ണമായും അക്കോമഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാകും. അല്ലാതെ റെഗുലറായി യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്തവർക്ക്, ഇതേ ദിവസങ്ങളിലൊക്കെ ടിക്കറ്റ് എടുത്തവർക്ക് സാധ്യത ഉണ്ടാകുക. അത് മാത്രമല്ല, ഈ ബാഗേജുകൾ ഇപ്പോഴും ചില വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരുണ്ട്. അങ്ങനെയുള്ള യാത്രക്കാർ അവർക്കൊക്കെ ഒരു മുൻഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക, ഒപ്പം തന്നെ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ അവരുടെ പാസഞ്ചർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമായിരിക്കും. അത് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതേ വിമാന സർവീസ് കമ്പനിയുടെയും ഒപ്പം തന്നെ അധികൃതരുടെയും ഒക്കെ ഒരു നിർദ്ദേശപ്രകാരം അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് അവരുടെ പ്രാധാന്യം നോക്കിയിട്ടൊക്കെയാണ് ഈ നിലയ്ക്ക് ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഒക്കെയും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഏത് നിലയ്ക്കാകും ഉൾപ്പെട്ടിട്ടുണ്ടാവുക എന്നതൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ വിമാന സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പൂർണ്ണമായും അടച്ചിട്ടിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഭാഗികമായി തുറക്കാൻ കഴിഞ്ഞത്, ഏതെങ്കിലും നിലയ്ക്ക് നാടുകളിലേക്ക് എത്താൻ കഴിയുന്നത്, അതൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന വിവരം തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു കൂട്ടിനുള്ളിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് ഈ യാത്രയ്ക്ക്
കഴിയും, സഞ്ചാരം നടത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ നൽകാൻ എന്തായാലും ഇന്നലത്തെ ആ തീരുമാനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആളുകൾക്കുണ്ടാകുന്ന ഒരു പിരിമുറുക്കം കുറയ്ക്കുക എന്നുള്ളത് ഇന്നലത്തെ ആ തീരുമാനം, ഈ ഭാഗികമായെങ്കിലും വിമാന സർവീസുകൾ നടത്താനുള്ള തീരുമാനം, അതൊക്കെ വലിയ തോതിൽ സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അത് തുടർന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അങ്ങനെ സർവീസുകൾ നടത്തി കഴിഞ്ഞാൽ അത് ഇന്നലെ ഇറാൻ ഉച്ചയ്ക്ക് ആക്രമണം നടത്തിയതിനു ശേഷം പിന്നീട് ആക്രമണം നടത്തിയിരുന്നില്ല. ഏതാണ്ട് രാത്രി വരെയും ഒക്കെ വലിയ ആക്രമണത്തിന്റെ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് ആക്രമണം ഇല്ലാതിരുന്ന സമയം അത് സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ആ കമ്മ്യൂണിക്കേഷൻ വഴി കിട്ടിയ ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ സുരക്ഷയെ പൂർണ്ണമായിട്ടും മാനിക്കുന്ന തരത്തിലാകും ആണ് അത് സർവീസുകൾ പുനരാരംഭിച്ചത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആക്രമണം ഉണ്ടായില്ല. അടിയന്തരമായി നാടുകളിലേക്ക് എത്തേണ്ടവർ, കുടുങ്ങിക്കിടന്നവർ, കണക്ഷൻ ഫ്ലൈറ്റ് മുഖാന്തരം ദുബായിൽ ഇറങ്ങി പിന്നീട് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ കഴിയാതിരുന്നവർ, അവർക്കൊക്കെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആശ്വാസമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രം കുറച്ചുകൂടിയൊക്കെ ഫ്രീ ആയി ആദ്യ ദിവസത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും കുറെ കൂടിയൊക്കെ ഫ്രീ ആയി എന്നുകൂടി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ എന്തായാലും ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട്, ഫ്ലൈറ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെയും ഉണ്ടായിട്ടുണ്ട്. അത് വലിയ തോതിൽ ആശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും യാത്രയുമായി ബന്ധപ്പെട്ട് അത് കൃത്യം ആ സമയത്ത് ഫോളോ ചെയ്ത് വിവരങ്ങൾ മനസ്സിലാക്കി മാത്രം വിമാനത്താവളത്തിലെത്തുക, അത് മാത്രമാണ് ആ ഒരു കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പോംവഴി എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. ശരി, മുഹമ്മദ് റഹീസാണ് UAE-യിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.